ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇതെന്ന് പറയുന്നത് മൂന്നാറിൻ്റെ സെക്കൻഡ് വീഡിയോയുടെ ബാക്കി പാർട്ടാണ്. അപ്പോൾ സെക്കൻഡ് വീഡിയോ കണ്ടിട്ടുള്ളവർക്കറിയാം, അതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലേഹാൻ കുട്ടൻ്റെ ബർത്ത്ഡേ ആണ്. നമ്മൾ ബാക്കി സ്ഥലങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞ് എത്തിയപ്പോൾ നൈറ്റ് ആയിട്ടുണ്ടായിരുന്നു. നൈറ്റ് ആയപ്പോൾ തന്നെ ഇവിടെ പാർട്ടിക്ക് വേണ്ടിയിട്ടെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു കേക്ക് ചെയ്തിട്ടുള്ളത് അവിടുത്തെ തന്നെ ഷെഫാണ് കേട്ടോ. ആ കേക്ക് ചെയ്തിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ റോസില്ലേ, ആ റോസ് ഫ്ലവേഴ്സും ഒക്കെ വെച്ചിട്ടാണ്, അതിൻ്റെ പെറ്റൽസൊക്കെ യൂസ് ചെയ്തിട്ടാണ്. അപ്പം നല്ല ടേസ്റ്റുള്ള കേക്കായിരുന്നു. പക്ഷേ ആ ഒരു റോസിൻ്റെ ആ ഒരു ടേസ്റ്റ് ഇങ്ങനെ, ആ ഒരു ഫ്ലേവർ ഇല്ലേ, അതിങ്ങനെ ഇറങ്ങിയിട്ട് ആ ഒരു ഇത് മാത്രമേ എനിക്കങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ ആ ഒരു ഫ്ലേവർ ഇഷ്ടപ്പെടുന്നവരും ഉണ്ട് കേട്ടോ. അപ്പം ഓവറോൾ കേക്ക് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. നമ്മൾ എന്താ പറയുന്ന ആ ഒരു കോസ്റ്റ്യൂമായിട്ട് മാച്ചായി പോകുന്ന ഒരു കളറൊക്കെ തന്നെ ആയിരുന്നു. അങ്ങനെ നമ്മളെല്ലാം സെറ്റ് ചെയ്ത് കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പം ഞാനും അടുത്ത യൂട്യൂബറായ ടിങ്കിൾ ടിൻസ് ആൻഡ് മോമും കൂടാണ് ഈ വീഡിയോസൊക്കെ എടുത്തത്. Happy birthday to you. Happy birthday to you. Happy birthday to you, Lehan. Happy birthday to you. അപ്പോൾ ലേഹാൻ അങ്ങനെ വലിയ മധുരമുള്ള ഐറ്റംസിനോട് വലിയ ക്രേസ് ഒന്നുമില്ല കേട്ടോ. പക്ഷേ എനിക്കും എൻ്റെ സിസ്റ്റേഴ്സിനൊക്കെ മധുരം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. ഞാനൊക്കെയാണെങ്കിൽ ബിരിയാണി കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു ഐസ്ക്രീം മസ്റ്റാണ്, അല്ലെങ്കിൽ ഷേക്കോ അങ്ങനെ എന്തെങ്കിലും. അപ്പോൾ എനിക്കിങ്ങനെ കേക്ക്, ഇങ്ങനെ ഡെസേർട്ട് ഐറ്റംസ് കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ലേഹൂട്ടിന് അങ്ങനെ ഇഷ്ടമില്ലാത്തതുകൊണ്ട് തന്നെ അവൻ കേക്കൊന്നും കഴിച്ചില്ല. പിന്നെ ഹൈസൂട്ടിനും കേക്കൊക്കെ ഭയങ്കര ഇഷ്ടമുണ്ട്. കേക്ക്, ചോക്ലേറ്റ്സ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതിൽ ലീറാമോള് കരഞ്ഞപ്പോൾ പിന്നെ ആമിനൊക്കെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് നിൽക്കുകയായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാനും അടുത്ത യൂട്യൂബർ നിൽപ്പുണ്ട്, എന്തൊക്കെയോ ആലോചിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഞാനതറിയാതെ വീഡിയോ എടുത്തിട്ട് ചോദിക്കുമായിരുന്നു എന്തും ആലോചിക്കുന്നതെന്ന്. അപ്പോൾ പിന്നെ അവിടെ അറേഞ്ച് ചെയ്തതിൻ്റെ തൊട്ട് താഴെയായിട്ട് ലൈറ്റൊക്കെ ഇങ്ങനെ കിടക്കുന്നത് ഞാൻ നോക്കിയാണ്. നല്ല രസമുണ്ട് ആ ഒരു ബ്ലൂ കളറൊക്കെ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ കേക്കെല്ലാം നമ്മൾ ഡിവൈഡ് ചെയ്ത് കട്ട് ചെയ്തൊക്കെ എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടി കട്ട് ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. അങ്ങനെ പിന്നെ എല്ലാവരും മാറി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പം അതിനകത്ത് മറ്റേ ചോക്കോ ചിപ്സ്, വൈറ്റ് ചോക്ലേറ്റ് ഇല്ല, അതിൻ്റെ ചിപ്സ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഓവറോൾ ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയായിരുന്നു കേട്ടോ. നമ്മൾ ഇന്ന് വരെ കഴിച്ചിട്ടില്ലാത്തൊരു വെറൈറ്റി ടേസ്റ്റായിരുന്നു. പിന്നെ ലേയൂട്ടൻ ഇങ്ങനെ നടന്നു വരുന്ന വീഡിയോസൊക്കെ നമ്മൾ എടുത്തു. അങ്ങനെ റീലൊക്കെ ചെയ്യണമെങ്കിൽ ചെയ്യാൻ വേണ്ടി എടുത്തു. അങ്ങനെ ലേയൂട്ടൻ നടന്ന് പോയിട്ട് ബലൂണൊക്കെ പൊട്ടിക്കുകയും അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ കേക്കിൻ്റെ പിക്ക് ഞാനിവിടെ കാണിച്ചു തരാം. കഴിഞ്ഞ വീഡിയോയിൽ കേക്കിൻ്റെ പിക്ക് ആഡ് ചെയ്തെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എന്നാലും ഒന്നുകൂടെ കാണിക്കാം. പിന്നെ അവിടെ പിയാനോ ഒക്കെ ഇരുന്നപ്പം ഹൈസോട്ടം കയറിയിട്ട് അവിടെ എല്ലാം ഇങ്ങനെ ഇന്ന് ഓരോ പണിയിലായിരുന്നു. അങ്ങനെ എല്ലാവരും പിയാനോ ഒക്കെ വായിച്ച് നോക്കി കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ആ ഒരു റിസപ്ഷൻ്റെ സൈഡിൽ തന്നെ ഇങ്ങനെ കുറച്ച് ആൻറ്റിക് കളക്ഷൻസിൻ്റെ മാത്രമായിട്ടുള്ളൊരു സൈഡ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഞാൻ നോക്കിയപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് റിംഗ് ലൈറ്റ് ഒക്കെ ആയിട്ട് തോന്നി. അപ്പോൾ ഞാൻ സിസ്റ്ററിനോട് പറയുന്നത് റിംഗ് ലൈറ്റ് പോലെ ഉണ്ട്, അതുകൊണ്ട് ഈ മൂങ്ങയുണ്ടല്ലോ അതിൻ്റെ കളറും അതുപോലെ നല്ല ഒരു ബ്രൈറ്റ്നെസ്സും കാര്യങ്ങളും ഷൈനിങ്ങും ഒക്കെ ഉണ്ടായിരുന്നു ആ ഒരു മൂങ്ങയ്ക്ക്. അങ്ങനെ അതെല്ലാം നമ്മളൊന്ന് കണ്ടു. അവിടെ കുറേ തന്നെ ഒരുപാട് ആൻറ്റിക് കളക്ഷൻസ് ഒക്കെ ഉണ്ട്. ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഈ ഫോറിനേഴ്സൊക്കെ വരുമ്പം അങ്ങനെ അവർക്ക് സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയത്തില്ല, കാരണം നമ്മൾ ഒരുപാട് വൈകിട്ടാണ് കേക്ക് കട്ടിങ് ഒക്കെ ചെയ്തത്. അപ്പോഴത്തേന് അവിടെ ഉള്ളവർക്കെല്ലാം പോകണമായിരുന്നു. അപ്പോൾ അവിടുത്തെ ഓൾമോസ്റ്റ് കുറേ സ്റ്റാഫൊക്കെ ആ സമയത്തിന് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കഴിച്ചത് ഈ ഐറ്റംസൊക്കെയാണ്. അപ്പോൾ നിങ്ങൾ ശരിക്കും ഈ കൊച്ചിന് വട്ടാണോ രാവിലെ തന്നെ ഇങ്ങനെയുള്ള മധുരമുള്ള സംഭവങ്ങളൊക്കെ കഴിക്കാൻ? എനിക്ക് ഇങ്ങനെയുള്ളതൊക്കെയാണ് ഇഷ്ടം കേട്ടോ. ഈ ചോറ് അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ വലിയ ഇഷ്ടമല്ല. പിന്നെ ഗ്രേപ്പ് ജ്യൂസും ഒക്കെ കുടിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം പൂളിൽ ഇറങ്ങണമെന്ന് പ്ലാൻ ചെയ്തിട്ട് ഇറങ്ങിയില്ലായിരുന്നല്ലോ. അപ്പോൾ നമ്മൾ ഇന്ന് ലാസ്റ്റ് ഡേ ആണ്. അപ്പോൾ പൂളിൽ ഇറങ്ങണമെന്ന് പറഞ്ഞ് മോർണിംഗ് നമ്മൾ ഫുഡ് കഴിച്ചതിന് ശേഷം പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ പൂളിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ആദ്യം തന്നെ പൂളിൽ ഇറങ്ങാൻ ഭയങ്കര പേടിയായിരുന്നു. അപ്പം എൻ്റെ 2 ബ്രദേഴ്സും കൂടാണ് എന്നെ അവിടെ ഇറക്കിയത്. ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ എനിക്ക് തിരിച്ച് കയറാനാണ് പേടി. അതുവരെ എനിക്ക് ഭയങ്കര എന്നെക്കാളും ഒരുപാട് വെള്ളം ലെവൽ കൂടുതലായിരിക്കും പേടിയെന്നൊക്കെ പറഞ്ഞ് നിന്നിട്ട് പിന്നെ ഞാൻ അവിടെ നിന്ന് വരുന്നേ ഉണ്ടായിരുന്നില്ല. ഫുൾ ടൈം അതിനകത്ത് തന്നെ കിടക്കാൻ. അപ്പം തണുപ്പുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറങ്ങിയ ഒരു ടൈമിൽ ചെറിയ തണുപ്പുണ്ടായിരുന്നു. പക്ഷേ പിന്നെ അങ്ങോട്ട് എനിക്ക് ആ തണുപ്പ് ഓക്കെ ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളെല്ലാം റെഡി ആയിട്ട് പെട്ടെന്ന് തന്നെ ഇറങ്ങി. നമുക്കിനി അടുത്ത കുറച്ച് സ്പോട്ടൊക്കെ കണ്ട് ഫോട്ടോസൊക്കെ എടുത്തിട്ട് അങ്ങനെ നേരെ പോകാമെന്ന് വെച്ചു. അപ്പോൾ ലേറ ബേബി ആണെന്നുണ്ടെങ്കിൽ ഉണർന്നിങ്ങനെ ഇരിക്കുകയാണ്. ഞങ്ങൾ പറയുകയാണ് ഏറ്റവും കൂടുതൽ ട്രാവൽ ചെയ്തതും ഈ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ സ്ഥലങ്ങൾ കണ്ടതും ലേറ ബേബിയാന്ന് പറഞ്ഞിട്ട്. പിന്നെ നമ്മൾ വ്ളോഗറിന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് കൊടുക്കുകയാണ്. അപ്പം ഈ ഒരു ചാനലിൻ്റെ പേര് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ട്വിങ്കിൾ ടിൻസ് ആൻഡ് മോം എന്നാണ്. ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ബാക്കി ഈ ഒരു വ്ളോഗും കാര്യങ്ങളൊക്കെ കയറി ചെക്ക് ചെയ്ത് നോക്കുക, ആ ചാനലിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും അത് ചെക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ.
അപ്പോൾ ഇതിന് ഞാനിപ്പോൾ ഇട്ടേക്കുന്ന വീഡിയോസിനേക്കാളും കുറച്ച് കൂടുതൽ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാമല്ലോ. പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഒരു സ്പോട്ട് ഞാൻ വന്നപ്പോഴേ കണ്ടുവെച്ചതാണ് ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ എനിക്ക് നല്ല ഫോട്ടോസ് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ അതിന് പകരം എൻ്റെ സിസ്റ്ററിനെ വിളിച്ചുകൊണ്ട് വന്നിട്ട് അവിടെ ഇരിക്കുന്ന നല്ല ഫോട്ടോസ് എടുക്കാമെന്നൊക്കെ പറഞ്ഞ് അവിടെ നോക്കിയപ്പോൾ ഒരു വെറൈറ്റി ഫ്ലവേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ കളറും വെറൈറ്റി, അല്ലാത്ത പാറ്റേണും വെറൈറ്റി. അങ്ങനെ നമ്മൾ റെഡിയായിട്ട് ഇറങ്ങിയപ്പോൾ തന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കൊടുത്തു. പിന്നെ നമ്മൾ വെളിയിലോട്ട് ഇറങ്ങി നിന്ന സമയത്ത് ഇങ്ങനെ കുറേ പുതിയ കുറച്ച് വെറൈറ്റി കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടൈം നമ്മൾ ചീരയൊക്കെ ഇല്ല, അതേപോലുള്ള കുറേ ഫ്ലവേഴ്സ്, പിന്നെ ഫേൺസ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതിൻ്റെയൊക്കെ വീഡിയോസൊക്കെ എടുത്ത് പിന്നെ നമ്മൾ നേരെ വണ്ടിയിലേക്ക് കയറി. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ കുറേ സ്പോട്ട് നമ്മൾ കണ്ടു വെച്ചിട്ടുണ്ട്, പക്ഷേ ഇതുവരെയായിട്ട് നമ്മൾ നല്ലൊരു ഫോട്ടോസ് പോലും എടുത്തിട്ടില്ല. അങ്ങനെ നമ്മൾ റിസോർട്ടിനോട് ടാറ്റ ഗുഡ് ബൈ ഒക്കെ പറഞ്ഞു. പക്ഷേ അവിടുത്തെ സർവീസും കാര്യങ്ങളും സ്റ്റാഫും എല്ലാം അടിപൊളിയാണ്. നിങ്ങൾ ഒരു അത്യാവശ്യം നല്ല റിസോർട്ട് നോക്കുന്നുണ്ടെങ്കിൽ മൂന്നാറിൽ വരുമ്പം ഈ എലിക്സർ റിസോർട്ട് തന്നെ ചൂസ് ചെയ്യാം കേട്ടോ. നല്ല രസമായിരുന്നു കാണാനും എല്ലാം. താഴെ നമുക്ക് ഇവിടുന്ന് താഴോട്ട് പോയി കഴിഞ്ഞാൽ വാട്ടർഫോൾസ് ഒക്കെ ഉണ്ട്, പക്ഷേ അങ്ങോട്ടേക്ക് ഞാൻ പോയില്ല. കാരണം കുറേ പേര് പറഞ്ഞാൽ അട്ടയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് പേടിച്ച് ഞാൻ അങ്ങോട്ട് പോയില്ല. എൻ്റെ ടൈമും കിട്ടിയില്ല പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ പിന്നെ അവിടെ നിന്ന് ലീവ് ചെയ്തു. ഇനി നമ്മൾ ആഗ്രഹിച്ച കുറേ സ്പോട്ടുണ്ട്, അവിടെ നിന്ന് പറ്റുന്നിടത്തൊക്കെ നമുക്ക് ഫോട്ടോ എടുക്കാൻ നിർത്തണം എന്നുള്ള ആഗ്രഹത്തിലാണ് പോകുന്നത്. അപ്പോൾ ഈ റിസോർട്ടിൽ നമ്മൾ മുകളിലേക്ക് പോകുന്ന വ്യൂ ആണ് കേട്ടോ ഇത്. നമ്മൾ ഫസ്റ്റ് ടൈം വന്ന സമയത്ത് ഭയങ്കര നൈറ്റിലാണല്ലോ വന്നത്, ഒരു 10-12 അല്ലെങ്കിൽ 2 മണിയൊക്കെ ആയെന്ന് തോന്നി, കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല. ആ വന്ന സമയത്ത് നമുക്ക് വഴിയൊന്നും കാണാനില്ല, മൊത്തം മഞ്ഞ് മൂടി, ഗ്ലാസ് മൊത്തം മഞ്ഞായിരുന്നു. അപ്പോൾ ആ ടൈമിൽ ഇങ്ങനെ കുത്തനെ താഴോട്ട് ഇറക്കുമായിരുന്നു. അപ്പോൾ നമ്മൾ ചോദിച്ചത് ഇനി കൊക്കയിലോട്ടെങ്ങാനും ആണോ പോകുന്നത് എന്നുള്ള രീതിയിലാണ് വന്നത്. പിന്നെ പോകുമ്പോൾ ഫുൾ നമ്മൾ ഈ ഒരു തേയിലത്തോട്ടമാണല്ലോ കാണുന്നത്. അങ്ങനെ നമ്മൾ പോകുന്ന വഴി ഫുള്ള് തേയിലത്തോട്ടങ്ങളൊക്കെ കണ്ട് പോകുമായിരുന്നു. അപ്പം തേയിലത്തോട്ടത്തിന് അവിടെ നിന്ന് ഫോട്ടോ എടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ ആ ടൈമിൽ നമ്മളവിടെ നിർത്തിയില്ല. അപ്പം പിന്നെ കുറച്ച് ചെറിയ അരുവികളും അങ്ങനെ വെള്ളച്ചാട്ടമൊക്കെ കണ്ടപ്പോൾ നിർത്തി. ഈ ഒരു സ്പോട്ട് അടിപൊളി സ്പോട്ടായിരുന്നു ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട്. അവിടെ നമ്മൾ നിർത്തി ഫോട്ടോ എടുക്കാൻ വേണ്ടി കറക്റ്റ് നമ്മൾ കാല് കുത്തിയപ്പോൾ തന്നെ മഴ പെയ്തിട്ട് ഓടിയാണ് എല്ലാവരും വണ്ടി കയറിയത്. അപ്പോൾ ഇവിടെ കുറേ റീലിന് വേണ്ടി ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് എല്ലാവരും ഇറങ്ങി. കറക്റ്റ് ഈ ഒരു വീഡിയോ എടുത്ത സമയത്ത് മഴ പെയ്ത് പിന്നെ ഓടിപ്പോയി കാറിൽ കയറി. അല്ലെങ്കിൽ നല്ല സ്ഥലം വരുമ്പോഴെല്ലാം നമുക്ക് പറ്റിയിട്ടുള്ളൊരു പണിയാണത്. അങ്ങോട്ട് ഇറങ്ങുക, അപ്പം തന്നെ മഴ പെയ്യുക, കാറിൽ കയറുക. പക്ഷേ നമ്മൾ പിന്നെ ഓർത്ത് റെയിൻകോട്ട് എന്തിനാണ് വാങ്ങിയത്, അത് ഇട്ടുകൊണ്ട് ഇറങ്ങിയാൽ പോരായിരുന്നു എന്ന്. അങ്ങനെ പിന്നെ അതുവഴി പോയപ്പം കുറേ തൊഴിലാളികളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ ആ ലേബേഴ്സും കാര്യങ്ങളും അവരെയൊക്കെ കണ്ട് നമ്മൾ ആഗ്രഹിച്ച അടുത്തൊരു സ്പോട്ടിലേക്ക് വന്നു. അവിടെ നോക്കിയപ്പോൾ 2 പേരെ കുഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു കല്ലറയൊക്കെയാണെന്ന് തോന്നുന്നു, 2-3 കല്ലറകളുണ്ടായിരുന്നു അവിടെ. അതിലൊരു കല്ലറയിൽ റോസയൊക്കെ നട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ പറയുമായിരുന്നു ആൾ നല്ല ആളാണെന്ന് തോന്നുന്നു. കാരണം പൊതുവേ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ, നമ്മളിങ്ങനെ എന്തെങ്കിലും കല്ലറയിലൊക്കെ നട്ട് വെക്കുമ്പം അത് കിളിച്ചിട്ടുണ്ടെങ്കിൽ ഒരു നല്ല മനുഷ്യരായിരിക്കും. ഏതോ ഒരു നല്ല മനുഷ്യനാണെന്ന് തോന്നുന്നു, ആ ഒരു വിശ്വാസം വെച്ച് നോക്കുകയാണെങ്കിൽ. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞപ്പോൾ നമ്മൾ അടുത്തൊരു തേയിലത്തോട്ടത്തിൽ നിർത്തിയിട്ട് ഫോട്ടോ എടുക്കാമെന്ന് വെച്ചു. അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മളിനി അടുത്ത ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ലഞ്ചിനുള്ള ടൈമായപ്പോൾ നമ്മൾ അലിബാബ എന്ന് പറഞ്ഞിട്ടുള്ള റെസ്റ്റോറൻറ്റിലാണ് നിർത്തിയത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ അവിടെ തന്നെ പോകണം എന്നൊന്നും ആലോചിച്ച് പോയതല്ല, പക്ഷേ വന്ന വഴിക്ക് ഒരു വെറൈറ്റി ആണല്ലോ എന്ന് പറഞ്ഞാൽ അവിടെ കയറി. അങ്ങനെ അവിടുത്തെ മെനു കാർഡ് മൊത്തം ഞാൻ അരിച്ച് പറക്കി നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അന്ന് എന്തായാലും ചോറ് അങ്ങനെയുള്ള ഒന്നും കഴിക്കാൻ തോന്നിയിട്ടില്ല. പൊതുവേ എനിക്ക് ചോറിനോട് വലിയ ഇഷ്ടമില്ലാത്തത് കൊണ്ട് തന്നെയും അന്ന് പൊതുവേ എനിക്ക് കഴിക്കാൻ തോന്നാത്തത് കൊണ്ടേയും ഞാൻ ചപ്പാത്തിയാണ് ഓർഡർ ചെയ്തത്. ഒരുപാട് ഡിഷ് കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും നെയ്ച്ചോറൊക്കെയാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ ഞാൻ ചപ്പാത്തി മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നോക്കിയപ്പം അവിടെ എവിടെയൊക്കെ ഉണ്ട് എന്ന്, എൻ്റെ ഔട്ട്ലെറ്റ് എവിടെയൊക്കെ ഉണ്ടെന്നുള്ളതും അതുപോലെ കുറേ ഗെയിമൊക്കെ വെച്ചിട്ടുള്ളൊരു കാർഡൊക്കെ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ സ്റ്റാർട്ടറായിട്ട് ഓർഡർ ചെയ്തൊരു ടൈപ്പ് സംഭവമുണ്ട്, അതിൻ്റെ പേര് എനിക്കറിയത്തില്ല, പക്ഷേ അത് അടിപൊളി ടേസ്റ്റാണ്, ഒന്നും പറയാനില്ല. എനിക്കൊരു ഫ്ലേവർ അങ്ങ് ഇഷ്ടപ്പെട്ടു. എനിക്ക് തോന്നുന്നു ടൊമാറ്റോ സോസൊക്കെ വെച്ചിട്ടുള്ളതാണെന്ന് തോന്നുന്നു, അതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോൾ ഫുഡിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം കുഞ്ഞുങ്ങളൊക്കെ ഭയങ്കര അലമ്പായിരുന്നു. അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ തന്നെ ബ്രൗണി വിത്ത് ഐസ്ക്രീമാണ് കഴിച്ചത്. അതും അത്യാവശ്യം നല്ല ടേസ്റ്റുള്ള ഐസ്ക്രീമായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ നമ്മൾ വാഷ്റൂമിലൊക്കെ പോകാനുള്ളവരൊക്കെ വാഷ്റൂമിൽ പോയി. അപ്പം ഇത് എടുക്കാൻ കുറച്ച് പാടാണ് കേട്ടോ, കാരണം ഈ ഒരു ഐസ്ക്രീമിന് കട്ടിയായിട്ട് ഇങ്ങോട്ട് വരുന്നില്ലായിരുന്നു, അതുകൊണ്ട് എടുക്കാൻ കുറച്ച് പാട് കിട്ടു. എന്തായാലും എല്ലാം കഴിച്ച് കഴിഞ്ഞ് നമ്മൾ പിന്നെ അവിടെ നിന്ന് ലീവ് ചെയ്തു. ഇനി അടുത്ത നമുക്ക് ഏതെങ്കിലും പുതിയ സ്പോട്ടുകൾ കിട്ടുവാണെങ്കിൽ അവിടെ എല്ലാം നിന്ന് ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ വൈകിട്ടായ ടൈമിൽ നമ്മൾ ആ ഗ്യാപ്പ് റോഡൊക്കെ ഉണ്ടല്ലോ, അവിടെയൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നപ്പോൾ ഗ്യാപ്പ് റോഡൊക്കെ ഇപ്പോൾ നല്ല പണി നടക്കുകയാണ് കേട്ടോ, അവിടെ എല്ലാം ഇടിഞ്ഞ് പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പള്ളിവാസൽ ഗ്രാമപഞ്ചായത്ത് എന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്ന കണ്ടില്ലേ. അങ്ങനെ അവിടെയൊക്കെ നമ്മൾ ഇന്ന് പോയി ചായ കുടിക്കാമെന്ന് വെച്ച് നിർത്തിയതാണ്. അപ്പോൾ അവിടത്തെ വ്യൂ നല്ല ഭംഗിയാണ്. നമ്മളിൽ കൊക്കയിലോട്ടൊക്കെ പോകുന്ന പോലെ താഴോട്ട് നോക്കുമ്പം നല്ല ഭംഗിയാണ്. പിന്നെ കുരങ്ങന്മാരും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നമ്മുടെ ഓംലെറ്റും മാഗിയും ബ്രെഡും അങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് കഴിക്കാനുള്ളതെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പിന്നെ ചായ വാങ്ങി. അപ്പോഴാണ് അവിടെ മറ്റേ ഊതുന്ന സംഭവം ഉണ്ടല്ലോ, ബബിൾസൊക്കെ വരുന്നത്, ആ ഒരു സാധനം വാങ്ങി ബ്രദേഴ്സ് എല്ലാവരും കൂടെ അതിങ്ങനെ ഊതിക്കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരാൾ ഊതി കഴിഞ്ഞിട്ട് അടുത്ത ആൾ വാങ്ങും, പിന്നെ അടുത്ത ആൾ വാങ്ങും, ഇതൊക്കെ തന്നെ പരിപാടി.
അപ്പോൾ അടുത്ത ആൾ വന്ന് പറയുകയാണ് ഇത് ഇങ്ങനൊന്നും ഊതി കഷ്ടപ്പെടണ്ട, ഇങ്ങനെ ഒന്ന് കറക്കിയാൽ മതി, കാറ്റുണ്ടല്ലോ അത് തനിയെ വെക്കോളൂ എന്ന്. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ ചായ വാങ്ങി. ചായ ഒരു ആവറേജ്, വലിയ ടേസ്റ്റൊന്നും ഇല്ല, എന്നാലും അഡ്ജസ്റ്റ് ചെയ്യാം. പൊതുവേ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ചായ പോലൊക്കെ മൂന്നാറിലൊക്കെ പോയി കഴിഞ്ഞാൽ ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ അവിടെ നിന്നപ്പോഴാണ് കുറേ കുരങ്ങന്മാരെ കണ്ടത്. അപ്പോൾ രണ്ടുപേര് ഇന്ന് ഇതേണ്ട പേനൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ അടുത്തൊരു വാട്ടർഫോൾ ഉണ്ട്, അപ്പോൾ അവിടെ നിർത്തി. അവിടെ എന്ന് പറയുമ്പം നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നതിനേക്കാൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ വീഡിയോ വന്നപ്പോൾ അത്ര രസം തോന്നുന്നില്ല. പിന്നെ അടുത്തൊരു വാട്ടർഫോൾ ഉണ്ടപ്പോൾ നമ്മൾ അവിടെ നിർത്തി. പക്ഷേ ഇവിടെ നിന്ന് വെച്ച് ഞാൻ ഫോട്ടോ എടുത്തില്ല, കാരണം അന്നേരമൊന്നും ഫോട്ടോ എടുക്കാൻ ഒരു മൂഡ് വന്നില്ല. അങ്ങനെ പിന്നെ അവിടുത്തെ വീഡിയോസും കാര്യങ്ങളും ഒക്കെ എടുത്ത് നമ്മളിനി അടുത്തെവിടെയെങ്കിലും പോകുമെന്ന് വെച്ചു. അങ്ങനെ പോയപ്പോഴാണ് എല്ലാവർക്കും ചായ കുടിക്കണമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നമ്മൾ ജന്ന എന്നുള്ള ബേക്കറി നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ എന്ന് പറയുമ്പോൾ ഇല്ലാത്ത സംഭവങ്ങളൊന്നുമില്ല. എനിക്ക് ആ ബേക്കറി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു, കാരണം ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഫാൻസി ആയിക്കോട്ടെ, ടോയ്സ് ആയിക്കോട്ടെ, എല്ലാം ഇതൊക്കെ കണ്ട് നല്ല രസമില്ലേ കാണാൻ. അങ്ങനെ ഇതെല്ലാം ഞാനൊന്ന് വാരിപ്പറക്കി നോക്കിയിട്ടുണ്ടായിരുന്നു. കുട്ടികളെയും കൊണ്ടൊക്കെ ഇങ്ങോട്ട് വന്നിരിച്ച് പോകാൻ പറ്റത്തില്ല, അതേപോണക്കുള്ള സംഭവങ്ങളൊക്കെയാണ്. ഇപ്പോൾ ഇത് കണ്ടു, നമ്മുടെ ഈ ഒരു ലുബുബു ഇല്ലേ, അപ്പോൾ അതിൻ്റെ തന്നെ കൊക്കക്കോളയുടെ വെറൈറ്റി ടൈപ്പ് സംഭവങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ എല്ലാം ഒന്ന് നോക്കി. പിന്നെ ഇതും ഞാൻ എല്ലായിടത്തും കണ്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് വാങ്ങാൻ വലിയ താല്പര്യമില്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് നോക്കി. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ നട്ട്സും ഫ്രൂട്ട്സും ഈ നമ്മുടെ എബ്രോഡുള്ള ചോക്ലേറ്റ്സ് എല്ലാം അവിടെ അവൈലബിൾ ആണ്. അങ്ങനെ അവിടെ നിന്ന് എല്ലാവരും കുറേ സാധനങ്ങളൊക്കെ വാങ്ങി. ചോക്ലേറ്റ്സ് ഒന്നും വാങ്ങിയില്ല, കാരണം പൊതുവേ ഈ ഒരു ടൈപ്പ് ചോക്ലേറ്റ് ഒന്നും ആർക്കും ഇഷ്ടമല്ലാത്തതുകൊണ്ട് തന്നെ ചോക്ലേറ്റ്സ് കാര്യങ്ങളൊന്നും വാങ്ങിയില്ല. അപ്പോൾ ഇതൊക്കെ കണ്ടു. ഇതൊക്കെ നമ്മൾ നാട്ടിലും അവൈലബിൾ ആകുക എന്ന് പറയുന്നത് നമുക്ക് വളരെ നല്ല കാര്യമാണല്ലോ. അപ്പം ദുബായിലെ ചോക്ലേറ്റ്സും ഒക്കെ ഇവിടെ കിട്ടും. അങ്ങനെ അവിടുത്തെ പർച്ചേസും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് നമ്മൾ പിന്നെ വീട്ടിലോട്ട് പോകാമെന്ന് വെച്ചു. കാരണം അപ്പോഴത്തേനും എല്ലാവരും ടയേർഡായിട്ടുണ്ടായിരുന്നു, ഓൾമോസ്റ്റ് കുഞ്ഞുങ്ങളും എല്ലാവരും ടയേർഡായി. അങ്ങനെ പിന്നെ ഇത് കണ്ടു, നമ്മുടെ സ്ലീപ്പിംഗ് റെഡി ആണെന്ന് തോന്നുന്നു. അങ്ങനെ നമ്മൾ എല്ലാ സംഭവങ്ങളും കണ്ട് എല്ലാ ഇടവും കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി. അപ്പോൾ അത്രയേ ഉള്ളൂ, ടാറ്റാ.